ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറുപരിപ്പാണ് ഉപയോഗിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ചെറുപരിപ്പ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം ഇത് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം കുതിർത്ത് വെക്കുകയാണ്. കുതിർത്ത് വെച്ചാൽ വേഗം തന്നെ വെന്ത് കിട്ടും. അരമണിക്കൂറിന് ശേഷം ഇത് ചെറുപരിപ്പ് ഒരു കുക്കറിലോട്ട് മാറ്റാം. നേരത്തെ കഴുകി വെച്ചതാണ്, പിന്നെ ഈ കഴുകേണ്ട ആവശ്യമില്ല. കുക്കറിലോട്ട് മാറ്റിയ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം 1 വിസിലിൽ വേവിച്ചെടുക്കാം. നിങ്ങൾ കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 വിസിലിൽ വേവിച്ചെടുക്കാം. കുക്കറിന്റെ പ്രഷർ മാറുന്ന സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മുരിങ്ങയ്ക്ക ഒരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞ്. അതിന് പകരം നിങ്ങൾക്ക് വെള്ളിരിക്കാം, മത്തനൊക്കെ തന്നെ ഉപയോഗിക്കാം. ഇത് സാമ്പാർ മുളകാണ്, തൊണ്ടൻ മുളക് 2ആയിട്ട് കീറി 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട്. പുളിവെള്ളത്തിലാണ് ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ തക്കാളി ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. സാമ്പാർ മുളകിന് പകരം പച്ചമുളക് നടുവിൽ കീറിയിട്ട് ഉപയോഗിക്കാം. ഇനി വറുക്കാൻ ആവശ്യമായിട്ട് 5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 നുള്ള് ഉലുവ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മല്ലി കടലപ്പരിപ്പൊക്കെ വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിയും കടലപ്പരിപ്പും ഉലുവയും വറ്റൽമുളകൊക്കെ. എന്നിട്ട് ഒരു മീഡിയം തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം തീയിലിട്ട ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കടലപ്പരിപ്പിന്റെ ഒരു നിറം മാറണം, അതുവരേക്കാണ് ഇളക്കി കൊടുക്കേണ്ടത്. കടലപ്പരിപ്പ് മല്ലിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലിയൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. കടലപ്പരിപ്പിന്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരു ഡാർക്ക് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ആ ചൂടിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായാൽ മതി, ഉടൻ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത ശേഷം തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. ചൂട് മാറിയപ്പോൾ കടലപ്പരിപ്പ് ഒന്നും കൂടി ഒന്ന് ഡാർക്കായിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്ത ശേഷം ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ചെറിയുള്ളി മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി വെറുതെ ഇട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട ശേഷം സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് വാടിയിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പുളിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നാടൻ പുളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നേരത്തെ കുതിർത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചുടുവെള്ളത്തിലാണ് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ചാറ് പിഴിഞ്ഞെടുക്കുന്നത്. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതുപോലെ ഞെരടിയ ശേഷം പുളിവെള്ളം എടുക്കാം. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ 1 കപ്പ് പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ബാക്കിയുള്ള കൊത്തിലോട്ട് തന്നെ 3/4 കപ്പും കൂടി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്നും കൂടെ ഞെരടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1.25 കപ്പ് പുളിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പുളിവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ കൂടി പോകണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ല. അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പൊക്കെ മതിയാവും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, തൊണ്ടമുളക് അല്ലെങ്കിൽ പച്ചമുളക് കീറിയത്, കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വെന്ത് വരട്ടെ. അടച്ചൊന്നും വെക്കണ്ട, അടച്ചു വെച്ചാൽ ചിലപ്പോൾ പതഞ്ഞു പോകും. അപ്പോൾ തുറന്നു വെച്ച് തന്നെ മീഡിയം തീയിൽ വെക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഇനി ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. വറുത്ത് വെച്ചതെല്ലാം കൂടി ഒരു മിക്സി ജാറിലോട്ട് മാറ്റുക. നല്ലപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട്. അരപ്പ് ചേർത്ത കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതേ മിക്സിയിൽ തന്നെ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഒന്ന് അടിച്ചെടുക്കുക, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി പരിപ്പ് അരച്ച് ചേർത്തുകൊണ്ട് ഇരുന്ന് ഇതൊന്ന് കൊഴുത്തോളും. ഒന്ന് തിളപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ആ സാമ്പാറിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കായം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് 2 നുള്ള കായം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കുക, ടേസ്റ്റ് നോക്കിയ ശേഷം ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആവശ്യമെങ്കിൽ മാത്രം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. മുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും എണ്ണത്തിലൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഇത് ഇരുന്ന് നല്ലപോലെ ഒന്ന് കൊഴുത്തോളും. ഇതിലോട്ട് ഇനി ഒരു 5-6 തണ്ട് മല്ലിയില, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ്. ഇത് നല്ലപോലെ 4ആയിട്ട് ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് കീറി അതിലോട്ട് ഇട്ട് കൊടുക്കാം. തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് ഒന്ന് വെന്തോളും. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് കീറി 2ആയിട്ട് കീറിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം തീയിലിട്ട് ഇത് നല്ലപോലെ തിളയ്ക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു സാമ്പാറിന്റെ കൺസിസ്റ്റൻസി ആയിക്കോളും. അവസാനം ചേർത്ത മല്ലിയില നല്ല ടേസ്റ്റ് തരും സാമ്പാറിന്. ഇനി നല്ലപോലെ 2-3 മിനിറ്റ് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ സാമ്പാർ
ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കൊഴുത്തിട്ടുമില്ല, എന്നാൽ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിൽ താളിക്കാനായിട്ട് 2 ടീസ്പൂൺ എണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക് 2ആയിട്ട് കീറി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത ശേഷം സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപരിപ്പ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഹിറ്റ് റെസിപ്പിയാണ് ഈ ഒരു സാമ്പാർ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കണ്ട. എപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക. താങ്ക്